എൻ്റെ പേര് സൗമ്യ. ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി ജോൺ, മക്കൾ ജുവൽ ആൻഡ് ജിയോൺ. ഞാൻ 2019 ഡിസംബർ 13 ഉടമ്പടി എടുത്തത്. ഞാൻ ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ വെറും ഒരു സീറോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് ജനറൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം OET എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇത് എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അത് യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം 9 മാസത്തിന് അതിനുശേഷം എക്സാമുകളെല്ലാം പാസ്സായി, ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. 9 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് UK പോയി. അവിടെ ചെന്ന് ഇപ്പം ടോട്ടൽ 4 വർഷം ആകുന്നു അവിടെ ആയിട്ട്. അവിടെ ചെന്ന് ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉടമ്പടിയിലൂടെ എനിക്കത് ഈശോ മാതാവ് ഈശോയിലൂടെ സാധിച്ചു തന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി വസ്തുക്കളും മുടങ്ങാതെ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അതുമൂലം എൻ്റെ കുടുംബത്തിന് ഒരു പ്രത്യേക സംരക്ഷണം ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. വീട് മേടിച്ച ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ വീട് മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. കാരണം നമുക്കറിയില്ല അവിടുത്തെ വീടുകൾ എങ്ങനെയാണ്, നല്ലതാണോ, അത് പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഇതൊന്നും നമ്മളെക്കൊണ്ട് മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ പ്രത്യേകിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയ്ക്കും മാതാവിനും ഇഷ്ടപ്പെട്ട ഒരു വീട് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ വീട് വേണ്ട, കാരണം നമ്മൾ താമസിക്കുന്ന പോലെ വാടകയ്ക്ക് എല്ലാവരും താമസിക്കുന്ന പോലെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വീട് കാണാൻ പോകുമ്പോഴും ഞങ്ങൾ 4 പേരും കൂടി ആ പോകുന്ന വഴിക്ക് ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഈ പ്രാർത്ഥന മൂലം ഞങ്ങൾ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഭയങ്കര വിശ്വാസമാണ് മാതാവിലും ഈശോയിലും. ഞങ്ങളെന്നും ജപമാല ചൊല്ലിക്കൊണ്ട് പോയി ഓരോ വീട് കാണുകളും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഈശോയോട് പറയും, ഈ വീട് ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്ന് അവർ പറയുന്ന ഒരു വിലയും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ കുറേ വീടുകൾ കണ്ടു. അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കീ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീട് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഈ സാഹചര്യത്തിലൊന്നും വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉടമ്പടിയിൽ നിലനിൽക്കുന്നവർക്ക് ജീവിതത്തിലൊരു പ്രത്യേക ധൈര്യം കിട്ടാറുണ്ടെന്ന്. അത് ശരിക്കും എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും മാതാവ് ഈശോയും നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വീട് മേടിച്ചു. സാധാരണ എല്ലാവരും വീട് മേടിക്കുന്നത് നാട്ടിലത്തെ പൈസയൊക്കെ അവിടെ കൊണ്ടാക്കി അല്ലെങ്കിൽ കടം മേടിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിപൂർണ്ണ കൃപയാൽ 1 രൂപ പോലും നാട്ടിൽ നിന്ന് കൊണ്ടുപോകാതെ എല്ലാ പൈസയും ദൈവം അവിടെ തന്നെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ചാണ് വീട് മേടിച്ചത്. ഇപ്പം നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു നേരം നമുക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയില്ലാതെ പറ്റത്തില്ല. അങ്ങനെ അതിനുള്ള പൈസയും ഉണ്ടായി. വീടിനെ കുറച്ച് റിനോവേഷൻ വർക്കും ഉണ്ടായിരുന്നു. അതും എല്ലാം നല്ല രീതിയിൽ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ദൈവം പൂർത്തിയാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 7-ാം തീയതി പുതിയ വീട്ടിലേക്ക് മാറി. ഈ 7-ാം തീയതി എന്നുള്ള ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തത് 7 എന്നുള്ളത് മാതാവിൻ്റെ നമ്പറാണ് എന്നുണ്ട്. 2004 ഡിസംബർ 7-ാം തീയതിയാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടെ. ആ ദിവസം അങ്ങനെ കണക്ക് കൂട്ടിയാണ് പുതിയ വീട്ടിലേക്ക് മാറുന്ന ഡേറ്റ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ പുതിയ വീട്ടിലേക്ക് മാറി. ഓരോ പണികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയും മാതാവും ഔസേപ്പ് പിതാവും കൂടെ വേണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട്. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് ടെൻഷൻസേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഈശോ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്ന് ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമായി. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ടോണി എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വണ്ടി ഓടിക്കുമായിരുന്നു. പക്ഷേ അറിയാവുന്നവർക്കറിയാം, UK ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിൽ ബസ് ഓടിക്കുന്നവർക്കും ലോറി ഓടിക്കുന്നവർക്ക് പോലും
അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ അവർ 2 ടെസ്റ്റുണ്ട്, തിയറി ടെസ്റ്റുമുണ്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റുമുണ്ട്. തിയറി ടെസ്റ്റ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെയായിരുന്നു, പുറത്തങ്ങ് പോകാത്തത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ പ്രാബല്യം തീരെ കുറവായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എല്ലാ കാര്യങ്ങളും ഈശോ എക്സാം പാസ്സാകാൻ കുറച്ച് കഷ്ടപ്പെടണം, അത് നമ്മൾ ചെയ്യണം. പക്ഷേ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്ന കഷ്ടപ്പാടിന് ഫലം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ പരിപാലന കൊണ്ട് തിയറി ടെക്സ്റ്റും പാസ്സായി. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്ററായിട്ട് ഇടയ്ക്ക് കൂടെ പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ പോയിരുന്നത് കൊണ്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെനിക്കൊരു ഒത്തിരി ഉപകാരമുണ്ടായി അങ്ങനെ പോയതുകൊണ്ട്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ദൈവത്തിനത് നെഗറ്റീവായ കാര്യങ്ങളെ പോസിറ്റീവ് ആക്കാനായിട്ട് സാധിക്കും. അത് പൈസ കുറച്ച് നഷ്ടം വന്നെന്ന് പറഞ്ഞാലോ അതിന് നഷ്ടമെന്ന് പറയാനില്ല, പക്ഷേ നമുക്കത്ര അത്യാവശ്യമാണ് UK ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 27 എക്സാം പാസ്സായി UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഈ 2 കാര്യങ്ങളും ഞങ്ങൾ കഴിഞ്ഞ 2022 ജൂലൈയിൽ ഇവിടുന്ന് ഞങ്ങൾ 14 പേരാണ് ഒറ്റ ബാച്ചിൽ ആ ഹോസ്പിറ്റലിൽ ചെന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ 3 പേരെ ആകെ വീട് മേടിച്ചിട്ടുള്ളൂ. അപ്പം അത്രയും അതിനകത്ത് ഒത്തിരി പഠിപ്പുള്ളവരും കഴിവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ദൈവം ഏറ്റവും എളിയവരായ ഞങ്ങൾക്ക് വീട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് എന്ന് ഞാനും കുടുംബവും പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ മോള് ജുവലിന് അവൾക്ക് പെട്ടെന്നൊരു ദിവസം മുട്ടിന് വേദനയുണ്ടായി. അതൊരു നീര് പോലൊക്കെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അവരുടെ നമുക്കറിയാമല്ലോ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കുറേ സമയം എടുക്കും ഡയഗ്നോസിസ് ചെയ്യാനും, മെഡിസിനൊന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെന്നും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ മുട്ടിന് വേദന ഉണ്ടായപ്പോൾ ഞാൻ അവരുടെ മുട്ടിലും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടികൾക്കും അത് ഭയങ്കര വിശ്വാസമാണ്. അവർക്ക് എന്ത് അസുഖം വന്നാലും അവർ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഏകദേശം 9 മാസത്തോളം ആ മുട്ടിന് വേദനയും നീരും ഉണ്ടായിരുന്നു. അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ജുവനൈൽ ആർത്രൈറ്റീസ് എന്നാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മുട്ടിനകത്ത് കുത്തിവെക്കുകയാണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്കവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ കൊന്തയൊക്കെ ചൊല്ലിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും എവിടെയെങ്കിലും പോകുന്നതുമൊക്കെ. അപ്പോൾ അവിടെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു മലയാളി ഡോക്ടർ വന്നിട്ട് ശരിക്കും മാതാവ്, ഞാൻ പോയപ്പം പറഞ്ഞായിരുന്നു, മാതാവ് ഞങ്ങൾക്കിവിടെ ആരെയും പരിചയമില്ല, അമ്മ മാതാവ് തന്നെ വന്ന് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതമാണെന്ന് പറയുന്ന വിധം ഒരു ഡോക്ടർ, മലയാളി ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് കയറി വന്ന് സംസാരിച്ചിട്ട്, ഓർത്തോ ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേനും MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MRI സ്കാനിന് ഡേറ്റ് കിട്ടിയത് 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ മോള് 6 മാസത്തോളം മുട്ടുവേദനയായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് സ്വെല്ലിങ് ഉള്ള കാരണം എന്നാന്ന് കണ്ടുപിടിക്കണം, എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ തന്നെ പോയി MRI ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിച്ച് 3 മാസം എന്നുള്ള പറഞ്ഞ സ്കാനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്യുകയും അതിനകത്ത് ഫുൾ കളക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ തന്നു. പക്ഷേ ആ മരുന്നൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ ആ മരുന്നൊന്നും കൊടുത്തില്ല. കൃപാസനം വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനലായിട്ടൊരു USG സ്കാനിങ് പറഞ്ഞു. ആ സ്കാനിങ്ങിനകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ മരപ്പിച്ചിട്ട് കുത്തി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഏത് സമയത്തും എൻ്റെ കയ്യിൽ എപ്പോഴും കാശുരൂപമുണ്ട്. കാശുരൂപം ഇല്ലാത്ത ഒരു സമയം ഒരിടത്തും ഞാൻ പോകാറില്ല. അങ്ങനെ കാശുരൂപം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ആ
സ്കാൻ ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിനകത്തൊരു ഫ്ലൂയിഡ് കളക്ഷൻ ഒന്നും കാണാനില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ആ വേദന പയ്യെ മാറി, ഒരു കുഴപ്പമില്ലാതെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം ആ മുട്ടുവേദനയുടെ ഇതായിട്ട് ഒരു മരുന്നോ ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ വലിയൊരു അത്ഭുതം നമുക്ക് സംഭവിച്ചു. നമ്മൾ നാട്ടിലൊക്കെ വരാനിരിക്കുമായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഡിലേ ആവുന്നത് കൊണ്ട്, പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. ദൈവം അവിടുന്ന് തന്നെ വലിയൊരു സൗഖ്യം നൽകി. പിന്നെ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക സംരക്ഷണം ഫീൽ ചെയ്യാറുണ്ട്. ബൈബിളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വർഗസ്നേതാവേയും നന്മ നിറഞ്ഞ മറിയമേയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ബൈബിളും എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വചനം എനിക്ക് കിട്ടും. എന്താണ് ഇപ്പോൾ വീട് കാണാനൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ വീട് കാണാൻ പോകുമ്പം ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിച്ച് കറക്റ്റ് ആ വീട് കിട്ടുന്ന രീതിയിലുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് മിക്കവാറും ആ വീട് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഈ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, ഞങ്ങളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന വചനമാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6. ഈ വചനമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബലമാണെന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിഷമങ്ങൾക്കുമുള്ള ഉത്തരം ആ ഒറ്റ ഒരു വചനത്തിലുണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മളൊന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിലനിന്ന് കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. നമ്മൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില അനുഭവങ്ങൾ എങ്ങനെ എനിക്ക് തോന്നാറുണ്ട്, കാരണം ഈശോ എന്നെ കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നൊരു ചിന്തയാണ്, കുട്ടികൾ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്ത് ഫ്രീ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊരു ടെൻഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതിന് കാരണം അവർക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്. അതായത് നമ്മൾ അവരെ സംരക്ഷിക്കും, നമ്മളുടെ കീഴിൽ അവർ സേഫാണ് എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ശക്തനായ ഒരു ദൈവവും നമുക്ക് മധ്യസ്ഥയായിട്ട് പരിശുദ്ധ കന്യാമറിയവും ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് എനിക്ക് അങ്ങനൊരു ചിന്ത വന്നു. അത് അങ്ങനൊരു ചിന്ത വന്നാൽ പിന്നെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്കങ്ങനെ എന്തുണ്ടായാലും അങ്ങനെ ചെറിയൊരു ഇത് തോന്നുകയില്ലാതെ, പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ വിഷമങ്ങളങ്ങും അധികം നേരം നിൽക്കാറില്ല. ഫ്രീ ആയിട്ട് ഞാനതങ്ങ് മറന്നുപോകും. പിന്നെ മറ്റൊരു സംഭവം, ഒരു ദിവസം പെട്ടെന്ന് ടോണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 3 മണിയായപ്പോഴത്തേനും ഒരു ചെറിയ ഞരക്കം കേട്ട് ഞാൻ ഉണർന്നപ്പോഴത്തേനും ടോണി വേദനയെടുത്തിങ്ങനെ പൊളയുകയാണ്. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു പെടലിക്ക് എന്തോ സംതിങ് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. നോക്കിയിട്ട് ഭയങ്കര വേദനയാണ്, പെടലി അനക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല, അനങ്ങാൻ പോലും പറ്റാത്ത ആളെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ ചെന്നാൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി ഡിലേ ആവും. അപ്പം ഞാൻ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കഴുത്തിൻ്റെ പുറകിൽ ഒരു തരത്തിൽ കഴുത്തനക്കാൻ വയ്യ എങ്കിൽ കൂടി ഒരു തരത്തിൽ ഞാൻ പുരട്ടിയിട്ട് മറ്റേ സ്ട്രോ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഒരു പാരസിറ്റാമോളും കൂടെ കൊടുത്തു. അതൊന്നും കൊടുത്താലൊന്നും ആവത്തില്ല, എന്നാലും ഒരു പാരസിറ്റാമോളും കൂടെ അങ്ങ് കൊടുത്തു. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടായതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. അത് കാരണം അതുപോലെ വേദനയായിരുന്നു. വേദന സാധാരണ ആണുങ്ങളൊക്കെ കരയാന്ന് പറയുന്നത് അതുപോലെ വേദന ഉണ്ടപ്പോഴായിരിക്കുമല്ലോ. അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ ഒരു എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യം പോകുന്നത് വിശുദ്ധ വസ്തുക്കളോ കാശുരോ എടുത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം ഞങ്ങളുടെ കുടുംബം ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ആത്മീയ ജീവിതത്തിലുള്ള ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞങ്ങൾ ഇതുവരെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാ ഞായറാഴ്ചകളിലും അവിടെ നമുക്ക് പാടാണ് പള്ളിയിൽ പോകാൻ, പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവരെ എല്ലാ
ഓരോ വചനം പഠിപ്പിക്കുകയാണ്. ഓരോ ബർത്ത്ഡേക്കും അവർക്ക് ഓരോ പുതിയ വചനം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരിത് കറക്റ്റായിട്ട് ചെയ്യാറുമുണ്ട്, പഠിക്കാറുമുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട് ആവശ്യക്കാർക്കൊക്കെ. എൻ്റെ സഹോദരൻ നാട്ടിലുണ്ട്. അപ്പോൾ സഹോദരനെ അറിയാവുന്ന സഹോദരനിലൂടെയും ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ കൂടാതെ എനിക്കിങ്ങനെ പൈസ അങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്ക് വലിയ സംതൃപ്തിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മളിപ്പോൾ അവിടെയൊക്കെ അപ്പനും അമ്മയും 2 മക്കളും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ പേരൻസൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഡെലിവറി ആയി. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് പേരൻസൊന്നും വന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. നമുക്കത് അനുഭവിച്ചവർക്കല്ലേ കാണുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ ദിവസമൊന്നും ഫുഡ് ഉണ്ടാക്കത്തില്ല. 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി സമയം കിട്ടത്തില്ല. ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന രീതിയിൽ എല്ലാ ദിവസവും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, നമ്മൾ ഫ്രഷ് ഫുഡ് കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാ ദിവസവും ഒരു 1.5 മാസത്തോളം നമ്മൾ തന്നെ ഫുഡ് മേടിച്ച് സാധനങ്ങൾ മേടിച്ച് ഫുഡുണ്ടാക്കി 3 നേരം അവർക്ക് കൊടുത്തു. അത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെയൊക്കെ ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡെലിവറിയുടെ സമയം ബ്ലീഡിങ് നിൽക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവർ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പം അവരെ ഞാൻ വീട്ടിൽ വന്നപ്പം വിശുദ്ധ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് അന്ന് മുതൽ പിന്നെ അവർക്ക് അങ്ങനെ ബ്ലീഡിങ്ങിൻ്റേതായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ പേരിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. അത് കണ്ടിട്ട് എവിടെ നാട്ടിലുള്ളവരും അവിടെയുള്ളവർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ആവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദിക്കും, സൗമ്യ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ 100 നാവാണ് എൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ അവർക്ക് ഞാനതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ ആ കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ കൃപാസനത്തെ പറ്റി ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പലരും അത്ര ഇതൊന്നും പറയാതിരിക്കുമ്പോൾ ഞാൻ അവരുടെ എല്ലാം മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് പറയും. ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യമാണ്. അതിനകത്ത് എനിക്ക് ആരുടെയും ഒരു നെഗറ്റീവ് കൊണ്ട് മറന്നല്ല ഇത് കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണ്. അതിനകത്തൊന്നും തന്നെ ആർക്കും പറഞ്ഞൊന്നും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. അതിനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷേ ഞാനും എന്നും ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് പറയാറുണ്ട്. ജീവിത അവസാനം വരെ എനിക്ക് ഈശോയുടെ കൂടത്തുള്ള ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ത്രിയേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ പറയുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഒക്ടോബർ 27-ാം തീയതി ജപമാല റാലി നടത്തിയപ്പോഴത്തേനും അത് കൂടാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് വന്നൊരാശയം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്കവിടെ നടത്തിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു 2.5-3 മണിക്കൂറോളം, ആ സമയം നല്ല മഞ്ഞും തണുപ്പും മഴയൊക്കെ ഉള്ള സമയമാണ്. കൊച്ചു പിള്ളേരും 2 പേരും ഒരു മടിയും കൂടാതെ ജപമാല കൈകളിലേന്തി ഞങ്ങൾ 2.5-3 മണിക്കൂറുകളോളം ആ സ്ഥലത്ത് കൂടെ ജപമാല റാലി ചെയ്ത് ഞങ്ങൾ ആ മേടിക്കാൻ വെച്ചിരുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം പോയി ജപമാല റാലി നടത്തുകയുണ്ടായി. പിന്നെ അച്ഛൻ്റെ പ്രസംഗം, ചൊവ്വാഴ്ചത്തെ ധ്യാനം, അത് ഞാൻ മുടങ്ങാറ് കൂടാറുണ്ട്. കാരണം അവിടെ നിലനിൽക്കാനുള്ളൊരു പ്രത്യേക ഒരു ധൈര്യം കിട്ടുന്ന അച്ഛൻ്റെ പ്രസംഗത്തിലാണ്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ അല്ലെ സംശയങ്ങളോ അല്ലെ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ കറക്റ്റ് ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിനകത്ത് അതിനുള്ള മറുപടി അച്ഛൻ കറക്റ്റ് പറഞ്ഞിരിക്കും. കാരണം ഞാൻ ഓരോ വീട് മേടിക്കാൻ വേണ്ടി പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പം അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഉപ്പിട്ടിട്ട് എന്തുകൊണ്ടാണ് കിട്ടാതെ എന്നുള്ളത്. അത് ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പം ആ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറയുകയാണ്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ മാത്രം കിട്ടാനായിട്ടാണ് നല്ലത്. അത് കിട്ടാനായിട്ടല്ല, അത് ദൈവഹിതമാണെങ്കിൽ മാത്രം കിട്ടാനായിട്ടാണ് ആ ഉപ്പിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പം ആ ഒരു സംശയം, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കറക്റ്റ് മറുപടി അച്ഛൻ്റെ ധ്യാനത്തിൽ കിട്ടാറുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.